തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ ദിവ്യകാരുണ്യം. 1461 ഫ്രാൻസിലെ ലറോഷെല്ലെ നഗരം. അന്ന് ഒരു ഈസ്റ്റർ ഞായറാഴ്ച. മിസ്സിസ് ജഹാർലെ കാർലാർക്ക് അവിടെയുള്ള വിശുദ്ധ ബെർത്തലോമിയോ ദേവാലയത്തിലേക്ക് തൻ്റെ 12 വയസ്സുള്ള മകൻ ബാർത്രാൻഡുമായി കടന്നു ചെന്നു. 7-ാം വയസ്സിലെ ഒരു വീഴ്ചയെ തുടർന്ന് കാലുകൾ തളർന്നവനും സംസാരശേഷി നഷ്ടപ്പെട്ടവനുമാണവൻ. ദിവ്യബലി മധ്യേ ദിവ്യകാരുണ്യ സ്വീകരണ സമയമായി. അപ്പോൾ തനിക്കും ഈശോയെ സ്വീകരിക്കണമെന്ന് അവൻ സൂചിപ്പിച്ചു. എന്നാൽ അവന് ദിവ്യകാരുണ്യം നൽകുവാൻ പുരോഹിതൻ ആദ്യം വിസമ്മതിച്ചു. കാരണം സംസാരശേഷി ഇല്ലാത്തതിനാൽ അവന് കുമ്പസാരിക്കാൻ സാധിക്കുകയില്ല. എന്നിരുന്നാലും തനിക്കും ദിവ്യകാരുണ്യം നൽകണമെന്ന് പുരോഹിതനോട് അവൻ ആവർത്തിച്ച് അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്നു. അവസാനം അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി പുരോഹിതൻ അവന് ദിവ്യകാരുണ്യം സ്വീകരിക്കാനുള്ള അനുവാദം നൽകി. ദിവ്യകാരുണ്യം സ്വീകരിച്ച ഉടൻ ബെർത്രാൻഡ് ഏതോ നിഗൂഢ ശക്തിയാൽ വിറയ്ക്കുവാൻ തുടങ്ങി. ഉടൻ തന്നെ നടക്കുവാനും സംസാരിക്കാനും അവന് സാധിച്ചു. സംഭവത്തിന് ശേഷം ബെർത്രാൻഡ് പറഞ്ഞ ആദ്യ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: ഔദിത്തോറിയും നോസ്ത്രും ഇനോമിനെ ഡോമിനി. അതായത് ദൈവനാമത്തിലാണ് നമ്മുടെ സഹായം. ബെർത്രാൻഡ് എന്ന ബാലന് രോഗസൗഖ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ശാരീരികമായ രോഗത്താൽ വിഷമിക്കുന്ന എല്ലാവരെയും ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയാൽ സൗഖ്യമാക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.